ശാന്തി. 29/6/70 അവ്യക്ത മഹാവാക്യങ്ങളുടെ തുടർച്ച. ബാബ സമർപ്പണത്തിൻ്റെ വിശാല രൂപത്തെക്കുറിച്ചാണ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നുകൊണ്ടിരുന്നത്. അതായത് ലൗകിക രീതിയിലുള്ള സമർപ്പണം ചെയ്യുക വളരെ എളുപ്പമാണ്. എന്നാൽ ഈശ്വരീയ സമർപ്പണം, അതായത് ഈശ്വരീയ പ്രാപ്തി ഏതാണോ നമുക്കുണ്ടാകുന്നത് അതും കൂടി സമർപ്പണം ചെയ്യുക, അർത്ഥം മഹാദാനിയാകുക, മറ്റുള്ളവരുടെ ശുഭചിന്തകരാകുക. ഇത് നമ്പർ അനുസരിച്ച് യഥായോഗ്യം യഥാശക്തിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയായിരുന്നു. ഇത്തനെ തക്ക് സമർപ്പൺ ബെന്നെ വാലേക്കു സമ്പൂർണ്ണ സമർപ്പൺ കഹാ ജാത്ത ഹൈ. അപ്പോൾ ഈ രീതിയിലാണ് സമർപ്പണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇത്രയും സമർപ്പണം ചെയ്തവരെയാണ് സമ്പൂർണ്ണ സമർപ്പണം എന്ന് പറയുന്നത്. ഐസേ സമ്പൂർണ്ണ മൂർത്ത് സമർപ്പൺ മൂർത്ത് ബെന്നേഹു. അങ്ങനെ സമർപ്പണ മൂർത്ത് സമ്പൂർണമായോ എന്ന് ചോദിക്കുകയാണ്. അപ്പനാപ്പൻ ബിൽക്കുൽ സമാജായ. അപ്പം ഞാനെന്നുള്ളത് അങ്ങനെ ഇല്ലാതായിത്തീരണമെന്ന് പറയുകയാണ്. ബാബ എന്നുള്ളതിലേക്ക് അത് ലയിച്ചു ചേരണം. जब कोई चीज़ किसी में समा जाती है तो फिर समान हो जाता है. അപ്പം ഏതെങ്കിലും ഒരു വസ്തു ഒന്നിലേക്ക് ലയിച്ച് ചേരുമ്പോൾ പിന്നെ അത് രണ്ടും സമാനമായി തീരുമല്ലോ, ഒരേപോലെ ആയിത്തീരും. സമാന അർത്ഥാത്ത് സമാൻ ഹോ ജാന. അങ്ങനെ ലയിക്കുക, ചേരുക, അർത്ഥം സമാനമാകുക എന്നാണ്. तो अपनापन जितना ही समाएंगे उतना ही समानता मूर्त बनेंगे. എത്രമാത്രം ഞാനെന്നുള്ളത് ഇല്ലാതാകുന്നു, അതായത് അത് ബാബയിലേക്ക് തന്നെ ലയിച്ചു ചേരുന്നു, അത്രയും സമാനത മൂർത്താകുമെന്നാണ് പറയുന്നത്, സമാനമായി തീരുമെന്ന്. आप लोग जब अन्य आत्माओं की सेवा करते हो तो क्या लक्ष्य करते हो? നിങ്ങൾ മറ്റുള്ള ആത്മാക്കളുടെ സേവനം ചെയ്യുമ്പോഴാണ് എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്? അപ്പോൾ അവിടെ ഇരുന്നവർ പറഞ്ഞു ആപ് സമാൻ ബനാനേക്ക്, തനിക്ക് സമാനമാക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സേവനം ചെയ്യുന്നത്. ആപ് സമാൻ ബി നഹി ലേക്കിൻ ബാപ് സമാൻ ബനാനായ. ബാബ പറയുന്നത് തനിക്ക് സമാനം അല്ല ആക്കേണ്ടത്, ബാബയ്ക്ക് സമാനമാണ് ആക്കേണ്ടത്. आप समान बनाएंगे तो जो आप में कमी होगी वह उसमें भी आ जाएगी. നിങ്ങൾ നിങ്ങൾക്ക് സമാനമാക്കുകയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരിലും എന്ത് കുറവാണോ ഉള്ളത് അത് അവരിലും വന്നുകൊണ്ടിരിക്കും. इसलिए अगर संपूर्ण बनना है तो आप समान भी नहीं लेकिन बाप समान बनाना है. അതുകൊണ്ട് സമ്പൂർണ്ണമാകണമെങ്കിൽ തനിക്ക് സമാനമല്ല ആക്കേണ്ടത്, ബാബയ്ക്ക് സമാനമാണ്. നമ്മൾ സാധാരണ എപ്പോഴും പറയുന്ന ഒരു ശബ്ദമാണ്, അതായത് ആപ് സമാൻ ബനാന, തനിക്ക് സമാനമാക്കുക എന്ന്. അപ്പോൾ ബാബ ഇന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്, ലക്ഷ്യം ഒരിക്കലും തനിക്ക് സമാനമാക്കുക എന്നുള്ളതല്ല വെക്കേണ്ടത്, ബാബയ്ക്ക് സമാനമാക്കുക എന്നുള്ളതാണ്. കാരണം തനിക്ക് സമാനമാക്കാൻ നമ്മൾ പോകുമ്പോൾ നമ്മളിലുള്ള കുറവുകൾ എന്താണോ അത് നമ്മൾ ആരെയാണോ ആക്കുന്നത് അവരിലും അതേ കുറവുകൾ വരും. അതുകൊണ്ട് കുറവില്ലാതെ ആകണമെങ്കിൽ, സമ്പന്നമാക്കണമെങ്കിൽ, സമ്പൂർണ്ണമാക്കണമെങ്കിൽ ലക്ഷ്യം എപ്പോഴും ബാബയ്ക്ക് സമാനം ആക്കണമെന്നും ആകണമെന്നുള്ള ലക്ഷ്യം വയ്ക്കണം എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. ജൈസെ ബാപ്പ് അപ്പനേസെ ബി ഊഞ്ച് ബനാത്തേ ഹേ ന. ബാബ എപ്പോഴും തന്നേക്കാൾ ഉയർത്തുകയാണ് കുട്ടികളെ. ബാബയുടെ മനസ്സിൻ്റെ ആഗ്രഹം എപ്പോഴും കുട്ടികൾ തന്നേക്കാൾ ഉയരണം എന്നാണ്. ബാപ് സമാൻ ബനായെങ്കെ തോ ഫോളോ ഫാദർ ഹോ ജായേഗ. ബാബയ്ക്ക് സമാനം നിങ്ങളാക്കുകയാണെങ്കിൽ ഫാദറിനെ ഫോളോ ചെയ്യുന്നവരായിത്തീരും. ജൈസെ ബാപ്പിനെ അപ്പനേസെ ഊഞ്ച ബനായ വൈസെ അപ്പനേസെ ബി ഊഞ്ച ബാപ് സമാൻ ബനായെങ്കെ. ഏതുപോലെ ബാബ തന്നേക്കാൾ ഉയർത്തി, അപ്പനേസെ ബി ഊഞ്ച ബാപ് സമാൻ ബനായെങ്കെ, തന്നേക്കാൾ ഉയർത്തുക, അർത്ഥം ബാബയ്ക്ക് സമാനമാക്കുക എന്നാണ്. തോ ഗോയ ഫോളോ ഫാദർ കിയ. അപ്പോൾ അർത്ഥം എന്തായി? ഫാദറിനെ ഫോളോ ചെയ്തു എന്നല്ലേ. തോ അബ് ആപ് സമാൻ ബി നഹി ലേക്കിൻ ബാപ് സമാൻ ബനാന ഹൈ. ഇപ്പോൾ തനിക്ക് സമാനവുമല്ല, ബാബയ്ക്ക് സമാനമാക്കണം. अगर आपने लक्ष्य ही आप समान बनाने का रखा है तो उनों में तो बहुत कमी रह जाएगी.
നിങ്ങൾ ലക്ഷ്യം തന്നെ തനിക്ക് സമാനം ആക്കുന്നതാണ് വയ്ക്കുന്നതെങ്കിൽ അവരിൽ ഒരുപാട് കുറവുകൾ വരുമെന്ന്. ക്യോങ്കി ലക്ഷ്യ ഹി ആപ്പിനെ ഇത്തന രഖ. കാരണം നിങ്ങൾ ലക്ഷ്യം തന്നെ ഒരു പരിധിക്കുള്ളിൽ വെച്ചിരിക്കുകയാണല്ലോ, തന്നെ പോലെ ആക്കുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർ അതിനനുസരിച്ച് വലിയ വലിയ കുറവുകളുണ്ടാവും എന്നാ ബാബു പറയുന്നത്. ഇസ്ലിയെ ലക്ഷ്യ സദൈവ് സമ്പൂർണതാക്കാ രഖ്ന ഹെ. അതുകൊണ്ട് ലക്ഷ്യം എപ്പോഴും സമ്പൂർണതയുടേത് തന്നെ വയ്ക്കണം. സ്വയവും സമ്പൂർണ്ണമാകണം, മറ്റുള്ളവരെയും സമ്പൂർണ്ണമാക്കണം. ബാബായ്ക്ക് സമാനം ലക്ഷ്യം അങ്ങനെ തന്നെയാവണം. जो संपूर्ण मूर्त प्रत्यक्ष प्रख्यात हो चुके हैं उसका लक्ष्य नहीं रखना है. ആരാണോ സമ്പൂർണ്ണ മൂർത്ത് പ്രത്യക്ഷമായി കഴിഞ്ഞത് ഉസ്കാ ലക്ഷ്യ നഹി രഖന, ആ ലക്ഷ്യമല്ല വെക്കേണ്ടത്. जो अब गुप्त हैं प्रत्यक्षता में नहीं आए हैं उनका भी लक्ष्य नहीं रख सकते. ആരൊക്കെയാണോ ഇപ്പോൾ ഗുപ്തമായിട്ടുള്ളത്, പ്രത്യക്ഷത്തിൽ വരാത്തത്, അവരുടെയും ലക്ഷ്യം വെക്കരുത്. ക്യോങ്കി ജൈസി എയിം വൈസ ഓബ്ജക്റ്റ് ഹോത്ത ഹെ. ഏതുപോലെയാണോ ലക്ഷ്യം വയ്ക്കുന്നത് അതേപോലെയുള്ള ഓബ്ജക്റ്റാണ് ഉണ്ടാകുന്നത്, റിസൾട്ടാണ് ഉണ്ടാകുന്നത്. तो एम को श्रेष्ठ रखेंगे ताकि प्राप्ति भी श्रेष्ठ होंगी. എയിമിനെ, അതായത് ലക്ഷ്യത്തെ ശ്രേഷ്ഠമാക്കി വെച്ചാലേ പ്രാപ്തി അതിനനുസരിച്ച് ഉയരുകയുള്ളൂ എന്ന്. ഇപ്പം ബാബ പറഞ്ഞതിൻ്റെ സാരം, അതായത് കുട്ടികളെപ്പോഴും ലക്ഷ്യം ബാബയ്ക്ക് സമാനം തന്നെ വെക്കണം, സമ്പൂർണ്ണതയുടേത്. അതായത് അങ്ങനെ ഏതെങ്കിലും ആത്മാക്കൾ സമ്പൂർണ്ണതയിലെത്തിപ്പോയിട്ടുള്ള അവരുടെ ലക്ഷ്യം നമ്മൾ വെക്കരുത്. ആരൊക്കെയാണോ ഇപ്പോൾ ഗുപ്തമായിട്ടുള്ളത്, പ്രത്യക്ഷത്തിൽ വരാതെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ളവരുടെ ലക്ഷ്യം വെക്കരുത്. കാരണം നമ്മൾ എങ്ങനെയുള്ള ലക്ഷ്യമാണ്, എയിമാണോ വെക്കുന്നത് അതിനനുസരിച്ചാണ് ഓബ്ജക്റ്റ് ഉണ്ടാകുന്നത്, അതായത് പ്രാപ്തി ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് എപ്പോഴും ലക്ഷ്യം വളരെ ഉയർന്നു തന്നെ വെക്കണം. അതുകൊണ്ടാണ് സമ്പൂർണ്ണതയുടെ തന്നെ ലക്ഷ്യം വെക്കണം, ബാബായ്ക്ക് സമാനം എന്നുള്ള ലക്ഷ്യം തന്നെ വെക്കണമെന്ന് ബാബ ആവർത്തിച്ച് പറയുന്നത്. अब तीसरी आंख सदैव ऊपर निशाने पर एक टिक लटकी हुई होनी चाहिए. ബാബ പറയുന്ന മൂന്നാമത്തെ കണ്ണ് എപ്പോഴും മുകളിൽ തൻ്റെ ലക്ഷ്യത്തിൽ ഉറച്ചു തന്നെ നിൽക്കണമെന്ന്, ഏകാഗ്രമായി നിൽക്കണമെന്ന്. മൂന്നാമത്തെ കണ്ണ് മുകളിൽ തന്നെ ലക്ഷ്യത്തിൽ. ജൈസെ कोई मगन अवस्था में होता है तो उनके नयन एक टिक हो जाते हैं ना. അവനിപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ അങ്ങനെ മഗ്നമായി ഇരിക്കുകയാണെങ്കിൽ അവരുടെ നേത്രങ്ങൾ ഒരേ അവസ്ഥയിൽ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ എന്ന്. അത് ഏതോ ഒരു കാര്യത്തിൽ അവരങ്ങനെ ലയിച്ചിരിക്കുകയാണ്, മഗ്നമായിരിക്കുകയാണ്. അപ്പോൾ കണ്ണുകളും അതേപോലെ ഏകാഗ്രമായിട്ടിരിക്കും. അത് കണ്ടിട്ടില്ലേ എന്ന് ബാബ ചോദിക്കുകയാണ്. വൈസേ യഹ് തീസര നേത്ര ദിവ്യ ബുദ്ധി കാ യഹ് നേത്ര ഭി സദൈവ് ഏക് ടിക് ഏക് രസ് രഹേ. അതേപോലെ ഈ മൂന്നാമത്തെ നേത്രം, ദിവ്യബുദ്ധിയുടെ ഈ നേത്രവും സദാ ഒരേ അവസ്ഥയിൽ, ഒരേ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യണം. ഏക് ടിക് അർത്ഥാത് ഏകമേ ഹി ടിക് ഹൗവ. ഒരേ സ്ഥിതി എന്ന് പറയുമ്പോൾ ഒന്നിൽ തന്നെ ഉറച്ചു നിൽക്കുക, ഏകാഗ്രമായി നിൽക്കുക. മഗൻ രൂപ് ദേഖ്നേമയായി, ആ ഒരു മഗ്നമായ അവസ്ഥ, ലയിച്ചിരിക്കുന്ന അവസ്ഥ തന്നെ മറ്റുള്ളവർക്ക് കാണപ്പെടണം. മൂന്നാമത്തെ നേത്രം അങ്ങനെ ആയിരിക്കണം. അങ്ങനെ മഗ്നമായിട്ട് ഒരേ ഒരു ബാബയിൽ മാത്രം ഏകരസമായിട്ടിരിക്കണം, ഒരേ സ്ഥിതി ചെയ്യണം. തീസറ നേത്രിക സാക്ഷാത്കാർ കൈസേ ഹോങ്ക. മൂന്നാമത്തെ നേത്രത്തിൻ്റെ സാക്ഷാത്കാരം എങ്ങനെയുണ്ടാവും? മസ്തക് സേ, മസ്തകത്തിലൂടെയാണെന്ന് മൂന്നാമത്തെ നേത്രത്തിൻ്റെ സാക്ഷാത്കാരം ഉണ്ടാകുന്നത്. മസ്തക്കുമേൻ ഛലക്, മസ്തകത്തിൽ ആ തിളക്കം ഉണ്ടാകും. നയനോമേ ഫലക് ദേഖ്നേമേ ആയെങ്കിൽ, കണ്ണുകളിൽ ആ ഒരു ശോഭ, ഒരു തിളക്കം ഉണ്ടാകും. इसमें भी पता पड़ेगा कि इसका तीसरा नेत्र मगन है या युद्धस्थल में है. ഇതിലൂടെ അറിയാൻ കഴിയും ഇവരുടെ മൂന്നാമത്തെ നേത്രം മഗ്നമായ അവസ്ഥയിലാണോ അതോ യുദ്ധസ്ഥലത്തിലാണോ. അപ്പോൾ ബാബു പറയുകയാണ്, മസ്തകത്തിൽ കാണുന്ന ആ തിളക്കവും കണ്ണുകളുടെ ആ ശോഭയിലൂടെ തിരിച്ചറിയാൻ കഴിയും മൂന്നാമത്തെ നേത്രം ഇവരുടേത്
ശരിക്കും മഗ്നമായ അവസ്ഥയിൽ ഒരേ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുകയാണോ അതോ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുക കണ്ണുകളിലൂടെയും മസ്തകത്തിലൂടെയും. जब आँखें थोड़ा ठीक नहीं होती है तो पलक घड़ी घड़ी नीचे ऊपर होती रहती है. അപ്പോൾ ബാബു പറയാം കണ്ണുകൾ ചിലപ്പോൾ ശരിയല്ല എങ്കിൽ കണ്ടിട്ടില്ലേ ഇത് കൺപോളകൾ ഇങ്ങനെ അടച്ചുകൊണ്ടേയിരിക്കും, കൂടെ കൂടെ അടയ്ക്കുക തുറക്കുക അങ്ങനെ ചെയ്യാറുണ്ടല്ലോ കണ്ണുകൾ ശരിയല്ല എങ്കിൽ. यह भी तीसरा नेत्र अगर यथार्थ रीति से ठीक होगा अर्थात दिव्य बुद्धि यथार्थ रीति से स्वच्छ होगी तो एक ठीक होगा. അപ്പോൾ ഇവിടെയും മൂന്നാമത്തെ നേത്രം യഥാർത്ഥ രീതിയിൽ ശരിയാണ് എങ്കിൽ, അർത്ഥം ദിവ്യബുദ്ധി ശുദ്ധമാണെങ്കിൽ ഒരേ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യും. മൂന്നാമത്തെ നേത്രം ശുദ്ധതയുടെ ആധാരത്തിൽ. आँखों में कोई कीचड़ आदि पड़ जाता है तो क्या होता है? കണ്ണിൽ എന്തെങ്കിലും അഴുക്കൊക്കെ വീഴുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പലക്കെ ഹിൽനെ ലഗ്തി ഹെ, പോളകൾ ഇങ്ങനെ അടയാൻ തുടങ്ങും, തുറക്കാൻ തുടങ്ങും, പല അസ്വസ്ഥതകളുണ്ടാവുമല്ലോ. കിച്ചടേക്ക് നിഷാനി ഹെ ഹിൽന, അഴുക്കിൻ്റെ ലക്ഷണമാണ് കുലുക്കം ഉണ്ടാകുക എന്നുള്ളത്. യഥാർത്ഥ തന്ദുരസ്തിക്ക് നിഷാനി ഹെ സ്ഥിർ ഹോ ജാന, യഥാർത്ഥ ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ് സ്ഥിരമായി നിൽക്കുക എന്നുള്ളത്. വൈസേ യഹ് തീസര നേത്ര സദൈവ് ഏക് ടിക് ഹോ, അതേപോലെ ഈ മൂന്നാമത്തെ നേത്രവും എപ്പോഴും ഒരേ അവസ്ഥയിൽ ഒരേ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യണം. യഹ് സാക്ഷാത്കാർ ആപ്കെ മസ്തക് സെ ഹോങ്ക, ഈ സാക്ഷാത്കാരം നിങ്ങളുടെ മസ്തകത്തിലൂടെ ഉണ്ടാകും. नयनों से होगा तो चेक करो हमारा तीसरा नेत्र जल्दी जल्दी बंद होता है और खुलता है. അപ്പം ബാബു ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കുന്നു, നമ്മുടെ മൂന്നാമത്തെ നേത്രം കൂടെ കൂടെ അടയുകയും തുറക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ മൂന്നാമത്തെ നേത്രം ക്ലീൻ അല്ല എന്ന്. ഏക്ടിക്ക് ഒരേ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കാൻ വളരെ ശുദ്ധമാണ്. സദൈവ കുലാഹി രേത്ത ഹെ, ഇടയ്ക്കിടയ്ക്ക് അടയുകയും തുറക്കുകയും ചെയ്യുകയാണോ ചെയ്യുന്നതോ സദാ തുറന്നു തന്നെയാണോ ഇരിക്കുന്നത് എന്ന് നോക്കാൻ പറയുകയാണ് ബാബ. कोई भी याद में मस्त हो जाते हैं तो भी आंखें एक ठीक हो जाती हैं, तो यहाँ भी संपूर्ण स्थिति में वही टिक सकेगा जो एक की ही याद में मगन होगा. ഇപ്പം സാധാരണ തന്നെ ഓർമ്മയിൽ അങ്ങനെ മസ്തരായിരിക്കുന്നവരുടെ കണ്ണുകൾ കണ്ടിട്ടില്ലേ, അതൊരേ അവസ്ഥയിൽ തന്നെ സ്ഥിതി ചെയ്യും. ആ സ്നേഹത്തിൻ്റെ ലയിച്ച അവസ്ഥയിൽ തന്നെ അവിടെ കണ്ണുകളിരിക്കും. അതേപോലെ തന്നെ ബാബ പറയുകയാണ് സമ്പൂർണ്ണ സ്ഥിതിയിലും അവർക്ക് ഒരേ അവസ്ഥയിൽ സ്ഥിതി ചെയ്യാൻ കഴിയുകയുള്ളൂ ആരുടെ ഓർമ്മയാണോ മഗ്നരൂപത്തിലുള്ളത്. ഒരേ ഒരു ബാബയുടെ സ്നേഹത്തിൽ അങ്ങനെ മഗ്നമായിരിക്കുന്ന ലയിച്ചിരിക്കുന്ന അവസ്ഥ ആർക്കാണോ ഉള്ളത് അവർക്കേ സമ്പൂർണ്ണ സ്ഥിതിയിലും ഒരേ അവസ്ഥയിൽ സ്ഥിതി ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന്. നഹി തോ നയനോ കെ മാഫിക് ബന്ദ് ഹോത്തെ കുൽത്തേ രഹേങ്കി, അല്ല എങ്കിൽ കണ്ണുകളെപ്പോലെ അടയുകയും തുറക്കുകയൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. ഏക് ടിക് നെഹി ഹോ സക്കേങ്കി, ഒരേപോലെയാകാൻ കഴിയുകയില്ല. അഗർ കോയി കിച്ചട ഹോ തോ ജൽദി നിക്കാലോ. ബാബു പറയാം ഒന്ന് ടെസ്റ്റ് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യുക. കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ ഡോക്ടറെ അടുത്ത് പോകുന്ന പോലെ പോകാനല്ല ബാബു പറഞ്ഞ്. ഇത് നമുക്കൊന്നിരുന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമല്ലോ നമ്മൾ എന്തെല്ലാം അഴുക്കുകളാണ് ഉള്ളത്, എന്തുകൊണ്ടാണ് എൻ്റെ ഓർമ്മ ഒരേ ഒരു ബാബ എന്നുള്ള അതിൽ മാത്രം അങ്ങനെ ഏകാഗ്രമാകാത്തത്, ഒരേ സ്ഥിതി നമുക്ക് എന്തുകൊണ്ടാണ് വരാത്തത്. അങ്ങനെ ചെക്ക് ചെയ്ത് എന്തെങ്കിലും അഴുക്ക് കണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്ത് കളയാൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അശുദ്ധമായ ചിന്തകളും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ എടുത്ത് കളയുന്നതായിരിക്കും നല്ലത്. എന്നാലേ നമുക്ക് സമ്പൂർണ്ണ സ്ഥിതിയിലെത്താൻ പറ്റുകയുള്ളൂ. നഹി തോ ഹസിക്ക് ബാത് സുനായ്, ബാബര അല്ല എങ്കിലും ചിരിക്കുന്ന കാര്യം കേൾപ്പിക്കട്ടെ എന്ന് പറയാണ്, ചിരിക്കാനുള്ള കാര്യം. समझो आपका कोई साक्षात्कार करता है और आपकी मूर्त नीचे ऊपर होती रहेगी तो क्या साक्षात्कार करेंगे. അപ്പോൾ ബാബ ചിരിക്കുന്ന കാര്യം കേൾപ്പിച്ചത് എന്താണെന്ന് മനസ്സിലായില്ലേ. ബാബു പറയാണ് ഇപ്പം നിങ്ങളുടെ സാക്ഷാത്കാരം ആരെങ്കിലും ചെയ്യുകയാണ്, ദിവ്യമൂർത്തിയുടെ സാക്ഷാത്കാരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിങ്ങനെ അടയും തുറക്കുകയും പിന്നെ മുകളോട്ടും താഴോട്ടും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവരെന്ത് സാക്ഷാത്കാരം ചെയ്യുമെന്നാണ് ചോദിക്കുന്നത് ബാബ. അങ്ങനെ ചിരിക്കാനുള്ള കാര്യമാണല്ലോ ഉണ്ടാ ബാബ പറയുന്നത്.
जैसे फ़ोटो निकालने के समय हिलना बंद कराते हैं ना. അപ്പോൾ ഇതുപോലെ ഫോട്ടോഗ്രാഫർ വന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്ത് എല്ലാവരോടും പറയില്ലേ അറ്റൻഷൻ, സ്റ്റില്ലായിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത് എന്ന് പറയാറുണ്ടല്ലോ. അഗർ ഹിൽത്തേ തോ ഫോട്ടോ ഖരാബ്. അപ്പോൾ അഥവാ ആരെങ്കിലും ഒന്ന് കുലുങ്ങിയാണെങ്കിൽ എടുത്ത ഫോട്ടോയും മോശമായിരിക്കും. വൈസേ ഹി ആപ്കി അവസ്ഥ ഹിൽത്തി രഹേങ്കി തോ ക്യാ സാക്ഷാത്കാർ ഹോങ്ക. അതേപോലെ തന്നെ നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ എന്ത് സാക്ഷാത്കാരം നിങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കും? അവസ്ഥ ഇങ്ങനെ മുകളോട്ടും താഴോട്ടും കണ്ണിങ്ങനെ അടയ്ക്കുകയും തുറക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന് കാണുന്നവർ എന്ത് വിചാരിക്കുമെന്ന ബാബ ചോദിക്കുന്നത്. जैसे फ़ोटो निकालते समय अपने को कितना स्थिर करते हो, वैसे ही सदैव समझो कि हमारे भक्त हर समय हमारा साक्षात्कार कर रहा है. ബാബാനിപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ എത്ര അറ്റൻഷനോടുകൂടിയാണ് ഇരിക്കുന്നത്, എത്ര ശ്രദ്ധയോടുകൂടിയാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ മനസ്സിലാക്കണം, അതായത് എൻ്റെ മുന്നിൽ എൻ്റെ ഭക്തർ എൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി നിൽക്കുകയാണ്. എൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി വളരെയധികം ഭക്തരിങ്ങനെ ക്യൂ നിൽക്കുകയാണ് എന്നെപ്പോഴും മനസ്സിലാക്കണം. तो साक्षात्कार मूर्त अर्थात स्थिर मूर्त होंगे. അപ്പോൾ പിന്നെ സാക്ഷാത്കാർ മൂർത്ത് എന്ന് പറയുമ്പോൾ സ്ഥിരമായി നിൽക്കുന്ന അവസ്ഥയുണ്ടാകും, സ്ഥിർ മൂർത്തായിത്തീരും. നഹി തോ ഭക്തോ കോ സാക്ഷാത്കാർ സ്പഷ്ട നഹി ഹോങ്ക. അല്ല എങ്കിൽ ഭക്തർക്ക് നല്ല രീതിയിൽ സാക്ഷാത്കാരം ഉണ്ടാകുകയില്ല. स्पष्ट साक्षात्कार कराने के लिए स्थिर बुद्धि एकटिक स्थिति आवश्यक है. സാക്ഷാത്കാരം ഭക്തർക്ക് സ്പഷ്ടമായിട്ട് കാണിച്ചു കൊടുക്കണമെങ്കിൽ ബാബു പറയുന്ന ബുദ്ധി സ്ഥിരമായിരിക്കണം, സ്ഥിതി ഏകരസമായിരിക്കണം. ഏക്ടിക്, ഒന്നിൽ തന്നെ ഏകാഗ്രമായി നിൽക്കുന്ന സ്ഥിതിയായിരിക്കണം. എന്നാലേ ഭക്തർക്ക് സ്പഷ്ടമായിട്ട് സാക്ഷാത്കാരം ചെയ്യിച്ചു കൊടുക്കാൻ കഴിയുകയുള്ളൂ. സംശ अभी से ही भक्त लोग एक एक का साक्षात्कार करेंगे. മനസ്സിലായോ? ഇപ്പോഴേ ഓരോരുത്തരുടെയും സാക്ഷാത്കാരം ഭക്തർ ചെയ്യുമെന്ന്. വഹ് ബീജ് അർത്ഥാത് സംസ്കാർ ഉൻ ഭക്തോं की आत्मा में भरेंगे. ആ ബീജം അർത്ഥവാ സംസ്കാരം ആ ഭക്തരുടെ ആത്മാവിൽ ഇപ്പോഴേ നിറയുമെന്ന്. ആ സാക്ഷാത്കാരത്തിൻ്റെ അപ്പം നമ്മുടെ സാക്ഷാത്കാരം ചെയ്യുന്ന ഭക്തർക്ക് ആ ബീജം ഇപ്പോഴേ വീഴുമെന്ന് ബാബു പറയണം. ആ സംസ്കാരം ഇപ്പോൾ തന്നെ ഉണ്ടാകുമെന്ന്. फिर उस संस्कार से मर्ज होंगे और फिर द्वापर में वही संस्कार एमर्ज होंगे. ഇപ്പം പിന്നെ ആ സംസ്കാരം ഇങ്ങനെ വന്നിരുന്നാലും അതങ്ങ് മെർജാവും, അതങ്ങ് ഉള്ളിലേക്കാവും. പിന്നെ ആ സംസ്കാരം ഭക്തരിൽ പിന്നീട് ദ്വാപരയുഗം മുതൽ ആരംഭിക്കും. फिर उस संस्कार से मर्ज होंगे और फिर द्वापर में वही संस्कार एमर्ज होंगे. जैसे आप समझाते हो ना कि धर्म स्थापक यहाँ से संदेश लेकर संस्कार भरकर जाएंगे, वही फिर एमर्ज होंगे. അപ്പം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ടല്ലോ, ഏതുപോലെ ധർമ്മസ്ഥാപകർ ബാബയുടെ അടുത്ത് വന്നിട്ട് സന്ദേശം എടുത്ത് ആ ഒരു സംസ്കാരം നിറച്ചിട്ട് പോകും അവർ. പിന്നെ അടുത്ത ദ്വാപരയുഗം ആകുമ്പോഴത്തേക്ക് അവരവരുടെ സമയമാകുമ്പോൾ അവർ ആ സംസ്കാരവുമായിട്ട് വരും. പ്രത്യക്ഷത്തിൽ ആ സംസ്കാരം കാണിക്കും. ധർമ്മസ്ഥാപകർ സ്ഥാപിക്കുന്ന സംസ്കാരം സന്ദേശം ഇവിടെ നിന്ന് തന്നെയാണ് കൊണ്ടുപോകുന്നത്. വൈസെ ആപ് സബീക്ക് അപ്പനെ അപ്പനെ ഭക്ത ഓർ പ്രജ സംസ്കാർ ലേ ജായെങ്കി. അതേപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭക്തരല്ലെങ്കിൽ പ്രജകൾ ഈ സംസ്കാരം കൊണ്ടുപോകും. फिर उस प्रमाण ही एमर्ज होंगे. പിന്നെ അതിനനുസരിച്ച് ആ സംസ്കാരം എമർജ് ആകാൻ തുടങ്ങും. अगर भक्तों के सामने स्पष्ट मूर्त ही नहीं दिखाएंगे तो उनमें वह संस्कार कैसे भरेंगे. അപ്പോൾ ഭക്തരുടെ മുന്നിൽ സ്പഷ്ടമായിട്ടുള്ളൊരു മൂർത്തല്ല കാണുന്നത് എങ്കിൽ, സാക്ഷാത്കാരത്തിൽ കൂടി അവർക്ക് സ്പഷ്ടമാകുന്നില്ല നിങ്ങളെ എങ്കിൽ, നിങ്ങളുടെ മുഖം എങ്കിൽ, ബാബ ചോദിക്കുകയാണ് പിന്നെ അവർ സംസ്കാരം എങ്ങനെ നിറയ്ക്കും? യഹ് ഭി കർത്തവ്യ കർണ ഹെ. ഇതും ഒരു കർത്തവ്യം ഇപ്പോൾ ചെയ്യേണ്ടതാണ്. സിർഫ് പ്രജാ നഹി ബനാന ഹെ, സാത്ത് സാത്ത് ഭക്തോ മേ ഭി വോ സംസ്കാർ ഭർന ഹെ. വെറും പ്രജകളെ മാത്രം ഉണ്ടാക്കിയാൽ പോരാ, കൂടെ കൂടെ അതോടൊപ്പം തന്നെ ഇത് തൻ്റെ ഭക്തരിലും ഈ സംസ്കാരം നിറയ്ക്കണം. കിത്തനി പ്രജ ബനി ഹെ കിത്തനെ ഭക്ത് ബനെ ഹെ യഹ് ഭി മാലൂം പടേഗ. പ്രജകൾ എത്ര തയ്യാറായി, എത്രമാത്രം ഭക്തർ തയ്യാറായി, ഇതെല്ലാം ഇനി അറിയാൻ കഴിയും.
भक्तों की माല और प्रजा की माല दोनों प्रत्यक्ष होंगे. ഭക്തരുടെ മാലയും പ്രജകളുടെ മാലയും രണ്ടും പ്രത്യക്ഷമാകും. എത്ര പേരായി എന്നുള്ളത് പ്രത്യക്ഷത്തിൽ കാണാൻ തുടങ്ങുമെന്ന്. ഹരേക്ക് കോ അപ്പന ദോനോ മാലാവോ കാ സാക്ഷാത്കാർ ഹോങ്ക. ഓരോരുത്തർക്കും തൻ്റെ രണ്ട് മാലകളുടെയും സാക്ഷാത്കാരം ഉണ്ടാവും. അതായത് എനിക്ക് എത്രമാത്രം പ്രജകൾ തയ്യാറായി, എനിക്ക് എത്രമാത്രം ഭക്തർ തയ്യാറായി, ഇത് ഓരോരുത്തർക്കും സ്പഷ്ടമായിട്ട് മനസ്സിലാകും എന്ന് ബാബ പറയുകയാണ്. अपना भी साक्षात्कार होगा कि मैं कहाँ माला में पिरोया हुआ हूँ. തൻ്റെയും സാക്ഷാത്കാരം ഉണ്ടാകും, ഞാൻ മാലയിൽ എവിടെയാണ് കോർക്കപ്പെട്ടിരിക്കുന്നത്, ഞാൻ എവിടെയാണ് മാലയിൽ വന്നിരിക്കുന്നത് എന്ന് എനിക്കും സാക്ഷാത്കാരം ഉണ്ടാകും. അർത്ഥം ഓരോരുത്തർക്കും അവരവരെക്കുറിച്ചുള്ള സാക്ഷാത്കാരം ഉണ്ടാകും എന്ന് ബാബ പറയുകയാണ്. യഹ് ഭി ഏക് ഗുപ്ത് രഹസ്യ ഹേ കി കിനോ കെ ഭക്ത് ജ്യാദാ ഹോത്തെ किनों की प्रजा जास्ती बनती. जैसे कोई की राजधानी बड़ी होती तो भी संपत्ति कम होती, कोई की राजधानी कम होती परंतु संपत्ति ज़्यादा होती है. यह भी एक गुप्त रहस्य है. അപ്പോൾ ബാബ ഇന്ന് വളരെയധികം രഹസ്യങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. അതായത് ഒന്ന്, ഓരോരുത്തർക്കും ഇത് സ്പഷ്ടമായിട്ട് മനസ്സിലാകും. എനിക്ക് എത്രമാത്രം പ്രജകൾ തയ്യാറായിട്ടുണ്ട്, അതുപോലെ തന്നെ എനിക്ക് എത്രമാത്രം ഭക്തർ തയ്യാറായിട്ടുണ്ട്, അതുപോലെ തന്നെ ഞാൻ സ്വയം മാലയിൽ എവിടെയാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും പതുക്കെ പതുക്കെ സാക്ഷാത്കാരത്തിലുണ്ടാകും എന്ന് ബാബ പറയുകയാണ്. പിന്നെ ഇതൊരു ഗുപ്തമായ രഹസ്യമാണ്. അതായത് ചിലർക്ക് കൂടുതൽ ഭക്തരുണ്ടാകും, ചിലർക്ക് പ്രജകൾ കൂടുതലുണ്ടാകും, പിന്നെ ചിലരുടെ രാജധാനി വലുതാണെങ്കിൽ സമ്പത്ത് കുറവായിരിക്കും, പിന്നെ ചിലരുടെ രാജധാനി ചെറുതാണെങ്കിൽ സമ്പത്ത് കൂടുതലുണ്ടായിരിക്കും. അതിനൊക്കെ വളരെയധികം രഹസ്യങ്ങളുണ്ട് എന്നാണ് ബാബ പറയുന്നത്. യഹ്ബി ഗുപ്ത രഹസ്യ ഹേ ജോ കവി ഖോലെങ്കി. ഈ ഗുപ്തമായ രഹസ്യം അത് എപ്പോഴെങ്കിലും പറഞ്ഞു തരാമെന്ന് ബാബ പറയുകയാണ്. അഭി തോ ലക്ഷ്യ രഖോ പ്രജാ ബനാനേക്ക. ഇപ്പോൾ ഈ ലക്ഷ്യം വെച്ചാൽ മതിയെന്ന്, പ്രജകളെ ഉണ്ടാക്കുന്നതിനുള്ള ലക്ഷ്യം. ഭക്ത് തോ ലാസ്റ്റ് മേ മിനിറ്റ് മോട്ടോർ കെ സമാൻ ബനേങ്കി. അവരെ ഭക്തരെ തയ്യാറാക്കാൻ എളുപ്പമാണെന്ന്, മിനിറ്റ് മോട്ടോർ പോലെയാണെന്ന്, അവരെ സെക്കൻഡിൽ ഒരുപാട് ഭക്തരെ തയ്യാറാക്കാൻ പറ്റുമെന്ന്. യഹാം ബി ഭക്ത് വന്ദന കരേങ്കി. ഇവിടെ തന്നെയും ഭക്തർ വന്ന് വന്ദിക്കാൻ തുടങ്ങും. പൂജാനഹി, പൂജിക്കുകയൊന്നും ചെയ്യില്ല എന്ന്. ഗായൻ കരേങ്കെ പൂജ ഫിർ വഹാം കരേങ്കി. മഹിമ ചെയ്യും, പൂജ ചെയ്യുകയില്ല. പൂജ ഫിർ വഹാം കരേങ്കി. പൂജ പിന്നെ അവിടെ ചെയ്യുകയുള്ളൂ എന്ന്. യേ സബ് ബാദുമേ മാലും പടേക. ഇതെല്ലാം തന്നെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ബാബ പറയുകയാണ്. ബാബ വളരെ അധിക രഹസ്യങ്ങൾ വളരെ സുന്ദരമായ രീതിയിൽ നമുക്കിന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരികയായിരുന്നു. അതായത് ഏതുപോലെ നമ്മുടെ കണ്ണുകളിൽ അഴുക്കുണ്ട് എങ്കിൽ നമ്മളിങ്ങനെ കൺപോളുകൾ അടയ്ക്കുക, ഇമ വെട്ടുകയും തുറക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അത് നമുക്ക് നല്ലൊരു സുഖമായി തോന്നുകയില്ല. കണ്ണിലെ അഴുക്ക് പോയി കഴിഞ്ഞാലേ നമുക്ക് ആ സുഖം വരികയുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അശുഭമായ ചിന്തകളും ചിന്തനങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ നമുക്കൊരിക്കലും നമ്മുടെ മൂന്നാമത്തെ നേത്രം ഒരേ അവസ്ഥയിൽ നിർത്താൻ കഴിയുകയില്ല. അങ്ങനെ ബാബയുടെ തന്നെ ഓർമ്മയിൽ മഗ്നമായ ഒരവസ്ഥ, ഒരു രസസ്ഥിതി വന്നാൽ മാത്രമേ നമ്മളിലൂടെ മറ്റുള്ളവർക്കും ആ സമ്പൂർണ്ണതയുടെ സാക്ഷാത്കാരം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ആ സമ്പൂർണ്ണതയുടെ സാക്ഷാത്കാരം മറ്റുള്ളവർക്ക് ചെയ്യിക്കുന്നതിന് വേണ്ടി ബാബു പറയാണ്, നമ്മുടെ ബുദ്ധിയെ ഏകാഗ്രം ഒരേ അവസ്ഥയിൽ തന്നെ നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ അതേപോലെ ബാബു പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്, അതായത് ഇപ്പോഴേ നമ്മൾ നമ്മുടെ സംസ്കാരത്തെ നിറയ്ക്കുകയാണ്. അപ്പോൾ ഭാവിയിൽ ആ രാജാവിൻ്റേതായ സംസ്കാരം നമ്മളിപ്പോൾ നിറയ്ക്കണമെങ്കിൽ അതേപോലെ തന്നെ വളരെ ഉയർന്ന ആ ഒരു സ്വഭാവ സംസ്കാരം നമ്മളിപ്പോഴേ രൂപം കൊള്ളണം. അതുപോലെ തന്നെ നമ്മുടെ പ്രജകളെയും ഭക്തരെയൊക്കെ നമ്മൾ തയ്യാറാക്കണം. ഭക്തരെ നമുക്ക് ഈസിയായിട്ട് തയ്യാറാക്കാൻ സാധിക്കും. അത് മിനിറ്റ് മോട്ടർ പോലെ തന്നെ പെട്ടെന്നാകും. അവരിപ്പോൾ തന്നെ വന്ന് നമ്മളെ വന്ദിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മുടെ പ്രജകളെ തയ്യാറാക്കുക, അപ്പോൾ ബാബു പറയാണ്, അത് ബാബയ്ക്ക് സമാനം സമ്പൂർണ്ണമാകണം എന്നുള്ള ലക്ഷ്യം നമ്മൾ സ്വയം വയ്ക്കുന്നത് പോലെ തന്നെ മറ്റൊരാത്മാവിൻ്റെയും നമ്മൾ ജ്ഞാനം പറഞ്ഞു കൊടുക്കുമ്പോൾ ലക്ഷ്യം ഇതാണ് വെക്കേണ്ടത്, അവരെയും ബാബയ്ക്ക് സമാനമാക്കിയെടുക്കണം. തനിക്ക് സമാനം ആക്കണമെന്നുള്ള ലക്ഷ്യം വയ്ക്കുകയാണെങ്കിൽ തന്നെ പോലെയുള്ള അതിനേക്കാൾ വലിയ കുറവുകൾ അവരിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ടാണ് ബാബു പറഞ്ഞത്, ലക്ഷ്യം എപ്പോഴും ഉയർന്നു തന്നെ വയ്ക്കണം.
അങ്ങനെ നമ്മൾ ലക്ഷ്യം വെച്ച് നമ്മുടെ മൂന്നാമത്തെ നേത്രത്തിലൂടെ മറ്റുള്ളവർക്കും ബാബയുടെ സാക്ഷാത്കാരം കാണിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആരാണ് ഭാവിയിലാകാൻ പോകുന്നത് എന്നുള്ള സാക്ഷാത്കാരവും വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പം ബാബയുടെ ആഗ്രഹം അനുസരിച്ച്, ബാബയുടെ ആദേശം അനുസരിച്ച് നമുക്ക് നമ്മുടെ മൂന്നാമത്തെ കണ്ണിനെ വളരെ സുന്ദരമാക്കി വയ്ക്കാം, വളരെ സ്പഷ്ടമാക്കി വയ്ക്കാം, ഒരഴുക്കും ഇല്ലാതെ. ഓം ശാന്തി.